UPVC സ്ലൈഡിംഗ് ഡോറുകൾ അല്ലെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോകൾ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാം, ഏതൊക്കെ കളറിൽ ചെയ്യാം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. നമസ്കാരം, ഞാൻ ആകാശ അഗസ്റ്റിൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്തും വർക്ക് നടക്കുന്ന സൈറ്റിലെ വീഡിയോസ് നമ്മൾ ഇടാറ്. അതെന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഫിനിഷായ സൈറ്റ് കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് കാണുമ്പോൾ ആ ഒരു ഭംഗി നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യിക്കും. പക്ഷേ അതിലേക്ക് എത്താൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വർക്ക് നടക്കുന്ന സൈറ്റുകളിലെ വീഡിയോസ് ഇടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ തന്നെ നമ്മുടെ ഇതിനൊരു പ്രൊജക്റ്റാണ്. UPVC, അതായത് വുഡൻ ഫിനിഷിലും വൈറ്റിലും ചെയ്തിരിക്കുന്നതിനെ പറ്റിയാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് UPVC വുഡൻ ഫിനിഷ് തേക്കിന്റെ ഗ്രെയിൻസിലുള്ളത്, അതായത് ഗോൾഡൻ ഓക്ക് എന്ന് പറയും, അതിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഇപ്പം ഇതിന്റെ പ്രൊഫൈൽസ് എല്ലാം സീൽഡ് ആണ്. എല്ലാത്തിലും ഇതേപോലെ ഓരോ പ്ലാസ്റ്റിക് കവറിങ് എല്ലാം ഇതിന് വരുന്നുണ്ട്. ഫൈനൽ സ്റ്റേജിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ക്ലീനിങ്ങിന്റെ സമയത്ത് നമ്മൾ ജസ്റ്റ് ആ സ്റ്റിക്ക് ചെയ്തത് ഒന്ന് പറിച്ചു കളഞ്ഞാൽ അത് വളരെ നീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഔട്ടർ ഫ്രെയിമുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ട്രാക്ക് സ്ലൈഡിംഗ് ഡോർ ആണ്. ഹാർഡ്വെയർസ് എല്ലാം വരുന്നത് തന്നെ നമുക്ക് കിങ് ലോങ്ങിൻ്റെതാണ്. അത് കൂടാതെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ബോട്ടം ട്രാക്ക് കൊടുത്തിരിക്കുന്നതാണ്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ വരുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് അടുത്തെങ്കിലും ഇവിടുത്തെ ഈ ഒരു സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ താഴത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു സൈസ് നമുക്കിവിടെ വരുന്നില്ല. നമ്മൾ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഈ ഒരു കറക്റ്റ് സ്പേസ് വിട്ട് അതിന്റെ എത്ര ഡെപ്ത് വിടണമെന്ന് ഓൾറെഡി നമ്മൾ ഫ്ലോർ ചെയ്യുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇത് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് താത്തി ഇടാനായിട്ട് സാധിച്ചു. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നൊക്കെ സമയത്ത് നമ്മുടെ കാല് തട്ടുന്നത് വളരെയധികം കുറയും. നമുക്ക് 2 രീതിയിലും ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ഹൈറ്റ് വന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി വരുന്നില്ല. പക്ഷെ ഈ രീതിയിൽ നമുക്ക് എന്താണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഇങ്ങനെ ഇറക്കിയിടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇറക്കിയിടുന്നത് എപ്പോഴും പാഷ്യോ ഏരിയ, വീടിനകത്ത് നിന്ന് പുറത്തേക്ക് സൺഷെയ്ഡുള്ള ഏരിയകളിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ട്രാക്ക് പൊഴിച്ചകത്തേക്ക് ഇറക്കിയിടാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഡ്രെയിനേജ് ക്യാപ്പ് ഹോൾസ് ഒക്കെ വരുന്നുണ്ട്. വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാനായിട്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ വീഴുന്ന വെള്ളം എന്താവും, അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഹോൾസും കൂടെ ഇട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും. കാരണം ആ ഒരു വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ളത്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു പൊസിഷൻ കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കട്ട് ചെയ്ത് താഴെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൽ വരുന്ന ഹാൻഡിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഹാൻഡിലുകളാണ്. ഈ രീതിയിലേക്ക് ലോക്ക് ചെയ്യുന്നു, നമ്മളത് ഒഴിവാക്കുന്നു, നേരെ തിരിച്ച് എടുക്കുന്ന രീതിയിലേക്കാണ്. അപ്പൊ ഇതിന് ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിന് കീയും വരുന്നുണ്ട്. പുറത്തുനിന്നുള്ളതിന് കീ ഉണ്ടാവില്ല. ആ രീതിയിൽ 1 സൈഡ് കീ വരുന്ന രീതിയിൽ. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് ഇതേപോലത്തെ ഹാൻഡിൽസ് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പ് ആണ്. ഇതിന് റൗണ്ട് ടൈപ്പ്, ഓവൽ ടൈപ്പ്, അതേപോലെ പുഷ് ബട്ടൺ വിത്ത് ലോക്ക്, അങ്ങനെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള വരുന്ന പല ഹാൻഡിൽസുകളും ഉണ്ട്. അതെല്ലാം നമ്മുടെ വീടിന്റെ ഇന്റീരിയറുമായി ബന്ധപ്പെട്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷനിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2 സൈഡും ഗ്യാസ്കറ്റ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ബോർഡറുകൾ ഇതിൽ കൂടെ പോകുന്നത്. EPDM ഗ്യാസ്കറ്റ്സ് ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഹാർഡ്വെയർസ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ കിങ് ലോങ്ങിന്റെ ഹാർഡ്വെയർസ് ആണ്. ഗ്ലാസ് വരുന്നത് 8mm ടഫൺ ഗ്ലാസ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ലാമിനേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു 8mm ടഫൺ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. കസ്റ്റമർ ആവശ്യപ്രകാരം നമുക്ക് ലാമിനേഷൻ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പോലും 20mm തിക്നെസ് വരെയുള്ള ലാമിനേറ്റഡ് ഗ്ലാസുകൾ, അത് PVBയിലാണെങ്കിലും SGPയിലാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അടുത്തത് നമ്മൾ വേറൊന്നുമില്ല, നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് വുഡൻ ഫിനിഷ് ആണെങ്കിൽ നമ്മൾ അതിന്റെ വൈറ്റ് ആണ് ഇനി അടുത്ത കാണാനായിട്ട് പോകുന്നത്. അതിന്റെ സെയിം പാറ്റേണിൽ തന്നെയുള്ള വൈറ്റ് ഫ്രെയിമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇതിന്റെ സ്റ്റിക്കറാണ്. നമ്മളെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഫൈനൽ നമ്മളതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ വർക്ക് നടക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ റിമൂവ് ചെയ്യണമെന്നില്ല. അത് വല്ലാതെ മുഷിഞ്ഞൊക്കെ പോകും, പ്രത്യേകിച്ച് വൈറ്റ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ താഴെ വുഡൻ ഫിനിഷ് കണ്ട സമയത്ത് എടുത്ത് അറിയാനുള്ള റീസൺ അത് ക്ലിയർ സ്റ്റിക്കർ ആയിരുന്നു എന്നുള്ളതാണ്. ഇത് പ്രിന്റഡ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ വർക്ക് നടക്കുന്ന സൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ താഴെ പറഞ്ഞിരുന്ന അതേ ഡിസൈൻ തന്നെ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അകത്തും ടൈല് വന്നു, പുറത്തും ടൈല് വന്നു. നമ്മൾ ഗ്രൂവ് എടുത്ത് അതിനകത്തേക്ക് ഇറക്കിയിടുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം കുറച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഒരു കാല് ഇത്രേ പൊങ്ങുന്നുള്ളൂ.
കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. പക്ഷെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. കാരണം ആ ഒരു രീതിയിലുള്ള ഒരുപാട് ഹൈറ്റ് വരുന്നില്ല. നമ്മൾ നോർമലായിട്ട് ടൈലിന് മുകളിൽ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ ഇങ്ങനെ പൊങ്ങി നിൽക്കണ്ട എന്ന് ആവശ്യമുള്ളവർ മാത്രം ഈ രീതിയിലേക്ക് നമ്മൾ പൊഴിച്ച് താഴെ ഇറക്കിയാൽ മതി. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, ഒരു ടൈലും അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യണത് നന്നായിരിക്കും. കാരണം കംപ്ലീറ്റ് ടൈലും ഗ്രാനൈറ്റോ മാർബിളൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളല്ല ഓൾറെഡി എന്താ പറയുക പ്ലാസ്റ്ററിങ് നമ്മൾ ടൈൽ വർക്കൊക്കെ ചെയ്യുന്നവര് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇത് ചിപ്പായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കോർണറൊക്കെ. അപ്പൊ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ടൈലിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. പിന്നെ നമ്മളിതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ താഴെ കണ്ട ആ ഒരു സ്ലൈഡിംഗ് ഡോറിലും ഈ ഒരു ടൈപ്പ് ഹാൻഡിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഈ ഒരു ടൈപ്പ് ഹാൻഡിൽ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ട്. ഇപ്പൊ ഇത് രണ്ടൊരു സ്ലൈഡിങ് ഷട്ടറുകളാണല്ലോ. ഇതിനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡോർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. കാരണം ഈ ഡോർ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് വന്ന് അടയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതുണ്ടോ ഹാൻഡിൽ നിവർത്തി വെക്കുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ ചെറിയൊരു ക്ലിയറൻസിലാണ് വന്ന് നിൽക്കുന്നത്. താഴെ നമുക്ക് ഒരു സ്റ്റോപ്പർ വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ വേണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും കെയർ ചെയ്ത് യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റോപ്പറിനെ മാറ്റി നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസും കൂടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. എപ്പോഴും മാക്സിമം ഓപ്പണിംഗ് വേണം എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഓപ്പണിംഗ് കിട്ടണം ഈ ഒരു ഹാൻഡിൽ വെക്കാതെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ കൊടുക്കാം. അല്ലെങ്കിൽ പല ടൈപ്പ് സ്ലീക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രൊഫൈലിനകത്തേക്ക് പോകുന്ന ടൈപ്പ് ഹാൻഡിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഹാൻഡിൽസ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിൽ പറയുമ്പോൾ നേരത്തെ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെയാണ് കംപ്ലീറ്റ്ലി വൈറ്റ് ഫ്രെയിമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഹാർഡ്വെയർസ് എല്ലാം നമുക്ക് കിങ് ലോങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. ഗ്യാസ്കറ്റ്സുകളെല്ലാം EPDM എല്ലാത്തിനും നമ്മൾ അതേ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്കൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഇതിന്റെ വാറണ്ടിയും ഇതിന്റെ എത്രത്തോളം ലോങ് ലൈഫ് ഇതിന് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിലേക്കാണ്. പിന്നെ അത് കൂടാതെ ഈ ഒരു UPVC വൈറ്റ് ഫ്രെയിമിനകത്തെല്ലാം പ്രൈമർ കോട്ടഡ് ആയിട്ടുള്ള മെറ്റലിന്റെ ഫ്രെയിം വരുന്നുണ്ട്. അത് നമുക്ക് ഇത് വെൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും. ഇതൊരിക്കലും ഇങ്ങനെ ഷെയ്ക്ക് വരിക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇതിൽ വരില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെൻഗോബൈൻ 8mm ടഫൻ ഗ്ലാസ്. ഇത്രയൊക്കെയാണ് നമ്മൾ UPVCയിൽ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. അപ്പൊ സ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് UPVCനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി, UPVC ആവാം, ഗ്ലാസ് വർക്ക് ആവാം, ഏതുമാവാം, പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.